അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ റിജിഡ് മാസ്ലെസ് ടെട്രാഹെഡ്രൺ ഈസ് പ്ലേസ് സച്ച് ദാറ്റ് vertex O is at origin and other three vertices A, B and C lie on the coordinate axis as shown in figure. The body is acted on by 3 point loads, of which one is acting at A along x-axis and another is at point B along y-axis. For the body to be in equilibrium, the third point load acting at point O must be. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ടെട്രാഹെഡ്രനിൽ അതിൽ 3 വെർട്ടിസസ് 3 ആക്സിലായിട്ടാണ് കിടക്കുന്നത്, എക്സ് വൈ ആൻഡ് ഇസഡ്. അതിൽ എയും ബിയും എയിലും ബിയിലും ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അലോങ് എക്സും വൈയിലും. ഇസഡിൻ്റെ കാര്യം പറയുന്നില്ല. എങ്കിൽ അവർ ചോദിക്കുകയാണ് തേർഡ് ഫോഴ്സ് വെക്കുകയാണെങ്കിൽ അത് എവിടെ വെക്കണം, സച്ച് ദാറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. മൂന്നാമത്തെ ഫോഴ്സ് വെച്ചാൽ എവിടെ വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലാവുന്നു എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ലോജിക്കലി ചെയ്താൽ മതി. നമുക്ക് 3 കോർഡിനേറ്റ് ആക്സിസ് വെച്ചും ഒരു ടെട്രാഹെഡ്രൺ ആണെങ്കിൽ പോലും അവർ പറഞ്ഞ പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്നത് എലോങ് 2 ഡയറക്ഷനിലേ ഉള്ളൂ, എക്സിലും വൈയിലും. അപ്പോൾ ഞാൻ ലോഡ് F1 F2 എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് തേർഡ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ തേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ തേർഡ് ആക്സിസ് എവിടെ വെക്കണം, സച്ച് ദാറ്റ് ഇത് മൊത്തത്തിൽ ഇക്വിലിബ്രിയത്തിലാവണം. അപ്പോൾ നമ്മൾ ബേസിക് ലോ ഓഫ് ഇക്വിലിബ്രിയം, ലോ ട്രയാങ്കിൾ ലോ എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ 3 ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു തേർഡ് വൺ. സിമ്പിൾ ലോജിക്. റിസൾട്ടൻറ്റ് ഓഫ് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് തേർഡ് വൺ ആണെങ്കിൽ 3 ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. സെയിം കണ്ടീഷനാണ്. എക്സും വൈയിലും മാത്രം ലോഡ് തന്നിട്ടുണ്ട്. കൺസിഡർ ദ 2D വ്യൂ പ്ലെയിൻ ഓഫ് എക്സ് വൈ പ്ലെയിന് മാത്രം എടുക്കുക. എക്സിൽ എലോങ് F1 എന്ന് കൊടുത്തിട്ടുണ്ട്, വൈയിൽ F2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് 2 റിസൾട്ടൻറ്റ് 6 എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് 2D റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, ഒരു വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തേർഡ് ഫോഴ്സ് എവിടെ ലൈ ചെയ്യണം? തേർഡ് ഫോഴ്സ് നമുക്കറിയാം, ഇഫ് ഇറ്റ് വാണ്ട് ടു ബി ഇൻ ഇക്വിലിബ്രിയം ഇറ്റ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഇത്. അപ്പോൾ ഈ 6ന് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഈക്വൽ ആവുന്നതുകൊണ്ട് ഈ സെയിം പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഇതേ പ്ലെയിന് വരും. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ തന്നെ തേർഡ് ഫോഴ്സ് വരത്തുള്ളൂ.